വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഫോണുകളെക്കാൾ ആവശ്യം ചാർജറുകൾക്ക്. കഴിഞ്ഞ ദിവസം മേപ്പാടിയിലെ ക്യാമ്പിൽ 400ഓളം ഫോണുകളും സിം കാർഡുകളും വിതരണം ചെയ്ത വണ്ടൂരിലെ സൗഹൃദ കൂട്ടായ്മ വ്യത്യസ്ത മൊബൈൽ ചാർജറുകളുമായി വീണ്ടും വയനാട്ടിലേക്ക്. ബാക്കിയുള്ള സിം ആക്ടിവേഷൻ നടപടികളും നാളെ സംഘം പൂർത്തിയാക്കും. ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മൊബൈൽ ഫോൺ ആവശ്യമായി പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 10ഓളം വരുന്ന വണ്ടൂരിലെ സൗഹൃദ കൂട്ടായ്മ 400ഓളം മൊബൈൽ ഫോണുകളും 400 സിം കാർഡുകളുമായി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. തുടർന്ന് 100ഓളം പേർക്ക് സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്ത് നൽകി. മൊബൈൽ ചാർജറുകൾ നൽകുന്നതിനോടൊപ്പം ബാക്കിയുള്ളവർക്ക് സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും കൂടിയാണ് ഇവർ നാളെ വയനാട്ടിലേക്ക് തിരിക്കുന്നത്. അവിടെ ആവശ്യമായി വരുന്നത് പല ആളുകളുടെ കയ്യിലും മൊബൈലും സിമ്മൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ചാർജർ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് നാളെ മുഴുവൻ ആളുകൾക്കുള്ള ഈ മൊബൈലിന്റെയും അതുപോലെ തന്നെ സിം കാർഡിന്റെയും കൂടെ ചാർജർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി വരുന്ന ക്യാമ്പിൽ നാളെ പോയിട്ട് ബാക്കി മൊബൈലുകൾ കൂടി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാൻ ഒരുങ്ങുന്നത്. ഉരുൾപൊട്ടൽ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മിക്കവരും ഫോൺ കയ്യിലെടുത്തിരുന്നെങ്കിലും ചാർജറുകൾ നഷ്ടപ്പെട്ടിരുന്നു. പലതരം സഹായങ്ങളും ക്യാമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അത്യാവശ്യമായ ചാർജർ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇതോടെയാണ് ഫോണുമായി എത്തിയ വണ്ടൂരുകാരോട് ചാർജറിന്റെ കാര്യം ക്യാമ്പിലുള്ളവർ പറഞ്ഞത്. സൗഹൃദ കൂട്ടായ്മ വീണ്ടും ക്യാമ്പിലെത്തി അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇനിയും സഹായിക്കാനുള്ള തീരുമാനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.